السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب يسر ولا تعسر وتمم بالخير. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. الحمد لله رب العالمين. ബിഇദ്നില്ലാ തആല വബില്ലാഹി തൗഫീഖ്. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ സൂറ അൽ ഖാരിഅയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. 11 ആയത്തുകളാണ് ഈ സൂറയ്ക്കുള്ളത്. 36 വാക്കുകളും അതുപോലെ തന്നെ 150 ഹർഫുകളുമാണ് ഈ സൂറയ്ക്കുള്ളത്. ഈ സൂറ അവതരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെ മക്കി സൂറയാണ് സൂറ അൽ ഖാരിഅ. ഇനി ഈ സൂറയുടെ മറ്റു നാമങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തന്റിക് ആയിട്ട് ഒരു നാമങ്ങളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അൽ ഖാരിഅ എന്ന് മാത്രമേ ഈ സൂറക്ക് പേര് നൽകാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സൂറയുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ആഖിറത്തിനെ കുറിച്ചിട്ടാണ്. ഈ സൂറ ഉടനീളം ഹിയർ ആഫ്റ്റർ അല്ലെങ്കിൽ പരലോകം എങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലേ, നമുക്കിപ്പോൾ വഹിയിലൂടെ അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാൻ അല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്താണ് അൽ ഖാരിഅ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഈ സൂറയായിട്ട് മറ്റു സൂറകളിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് 4 സൂറകളുണ്ട്. ഈ 4 സൂറകളെ ഒരു ക്ലസ്റ്റർ ആയിട്ട്, അതായത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നാണ് കണക്റ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ സൽസല, പിന്നെ സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, പിന്നെ സൂറത്തുൽ തകാസുർ. ഈ 4 സൂറകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്റ്റഡ് ആണ്, ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ സൽസല സൂറത്തുൽ ഖാരിഅ ആയിട്ടും സൂറത്തുൽ ആദിയാത്ത് സൂറത്തുൽ തകാസുർ ആയിട്ടും കണക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സൂറത്തുൽ സൽസല നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലും പരലോകത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അവിടെ മനുഷ്യന്മാരുടെ കണ്ടീഷൻ പറയുന്നത് വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യർ ചോദിക്കും എന്താ അതിനെ പറ്റി എന്ന് ചോദിക്കും അല്ലേ. അതുപോലെ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്? അല്ലാഹു പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. രണ്ടോടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി സൂറത്തുൽ ഖാരിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാൺ ചെയ്തു തരാണ്. ആ ദിവസം എങ്ങനെ ആയിരിക്കും, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വാണിംഗ് ആണ് അല്ലാഹു എന്ന് പറയുന്നുണ്ട്. യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്. അല്ലാഹു ആ ഒരു ദിവസത്തുള്ള മനുഷ്യന്മാരുടെ നാസിന്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ സൂറത്തുൽ തകാസുർ അഗെയിൻ മനുഷ്യന്മാർ എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് സ്റ്റിൽ തകാസുർ അൽഹാകുമുത് തകാസുർ. അവർ ഭയങ്കര ഡിസ്ട്രാക്ഷനിലാണ്. അവരുടെ സിറ്റുവേഷൻ എന്താണ് ഇവിടെ, അവർ ഇതൊക്കെ അറിഞ്ഞിട്ടും സ്റ്റിൽ ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അവർക്ക് യാതൊരു ചേഞ്ചും ഇല്ല എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഈ 4 സൂറകളും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒന്ന് മറ്റൊന്നിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സൽസലയിൽ പറയുന്നുണ്ട് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അവനത് കാണും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതെങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്, ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു അല്ലേ, ആരുടെ തുലാസ് കനം തൂങ്ങിയോ. അപ്പം നമ്മൾ ഈ ലോകത്ത് ചെയ്തിട്ടുള്ള അണുമണി തൂക്കം നാളെ കാണും എന്നുള്ളതിന് അല്ലാഹു അതിനുള്ളൊരു ഉത്തരം കൂടെ ആയിട്ട് പറയാണ്. അതായത് ആരുടെ തുലാസ് കനം തൂങ്ങിയോ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ യൗമ ഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. അന്നേ ദിവസം എന്താണ് മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്, യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. അന്നേ ദിവസം മനുഷ്യർ പല കൂട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ
പല സംഘങ്ങളായിട്ട് പുറപ്പെടുന്നതാണ്. അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിയയിലൂടെ മനുഷ്യരുടെ സിറ്റുവേഷൻ പറയുന്നുണ്ട്. എന്താണ് അവരുടെ സിറ്റുവേഷന്? യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്. ചിന്നിച്ചിതറിയ പാറ്റുകളെ പോലെ ആയിരിക്കും എന്ത് അന്ന് അന്നാസ് ജനങ്ങളുടെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും അന്നാസ് പറയുന്നുണ്ട്, ഇവിടെയും അന്നാസ് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളായിട്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തരുന്നുണ്ട് അല്ലേ. ഇനി എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജഡ്ജ്മെന്റിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഡേ നടക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇൻഷിഖാഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ്? സൂറത്ത് ഇൻഷിഖാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുസ്തകം, അതായത് കയ്യിൽ ബുക്ക് തരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതായത് അമ്മാമൻ ഊതിയ കിതാബഹു യമീനിഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അള്ളാഹു നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ കിതാബ് നൽകുകയാണ് ചെയ്യുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുക? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആര് എന്താണ് പറയുക, അണിമണി തൂക്കം എന്താണ് അവരുടെ നന്മകൾ എന്താണ് ചെയ്തു അവരത് കാണുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിരുന്നത്? അള്ളാഹു പറയുന്നുണ്ട് പല ആളുകളും എന്താണ് പറയുക, പല രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിലൂടെ പറയുന്നുണ്ട് ചിലപ്പോൾ അവരുടെ എന്താണ് പറയുക കർമ്മങ്ങളൊന്നും വെയ് ചെയ്യൂല. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വഹ്സില മാ ഫിസ്സുദൂർ. അവരുടെ ഹൃദയങ്ങളിലുള്ളത് വരെ അത് കാണിക്കും. അതായത് ഈ കർമ്മ പുസ്തകത്തിൽ അതൊക്കെ അവർ കാണും. ആരണമണി തൂക്കം നന്മ ചെയ്തുവോ, ആരണമണി തൂക്കം തിന്മ ചെയ്തുവോ അവരത് കാണും എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ലോകത്ത് അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അവരുടെ നിയ്യത്ത് അനുസരിച്ചിട്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാതും, അതായത് അവരുടെ കർമ്മങ്ങളും അവരുടെ നിയ്യത്തുകളും ഒക്കെ കൂട്ടിയിട്ടാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെക്കുന്നത്? മീസാനിൽ വെക്കുന്നത്. ഫഅമ്മാമൻ ഫഖുലത് മവാസീനുഹു. എന്നിട്ടോ ആരുടെ തുലാസ് കനം തൂങ്ങിയോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ? ഫഹുവ ഫീ ഐഷത്തിർ റാദിയ. അവരുടെ സ്ഥലം എവിടെയാണ്? അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഐഷ ലൈഫ് ഉണ്ടാകും. എന്നാലോ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു. അതായത് അവരുടെ ഹൃദയത്തിൽ ചീത്ത ദുരുദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിലോ അതും അവർ കാണും അല്ലേ. അവരുടെ തുലാസിൽ അത് കനം കുറച്ചിട്ടായിരിക്കും. അതായത് വളരെ വെയിറ്റ് ഉള്ളതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് വലിയ ചാരിറ്റിയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് വെറും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അതും ധൂളികളായി പോയിട്ട് ഒന്നുമില്ല, അതൊരു വെയിറ്റ് ഇല്ലാത്ത പോലെ ആക്കും. അപ്പം അത് അത്രയും വലിയ ചാരിറ്റി ഈ തുലാസിൻ്റെ മുകളിൽ വെച്ചാലും അത് ഭയങ്കര വെയിറ്റ്ലെസ് ആയിരിക്കും. അതാണ് അമ്മാമൻ ഖഫത്ത് മവാസീനുഹു. അവരുടെ സിറ്റുവേഷൻ എന്താണ്? ഫഉമ്മുഹു ഹാവിയ. അതാണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പേരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് പ്രോസസ്സ് തന്നെ നമുക്ക് കാണിച്ചിരുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തുകളും എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഈ സൂറകൾ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ പാരായണം ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ ആയത്ത് ഈ ഒരു ആയത്തിനോട് കണക്റ്റഡ് ആണെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇനി നമുക്ക് സൂറത്തുൽ ഖാരിയയും അതുപോലെ തന്നെ സൂറത്തുൽ ആദിയാത്തും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ആദ്യം നമ്മൾ 4 സൂറയായിട്ടുള്ള കണക്ഷൻ നോക്കി. ഇനി ഈ 2 സൂറയായിട്ടുള്ള കണക്ഷൻ നോക്കാം. അപ്പോൾ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ. അള്ളാഹു എന്താണ് ആളുകളുടെ എന്താണ് അവർ എന്താണ് ഖുബൂറിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പീപ്പിൾ കം ഔട്ട് ഓഫ് ദ ഗ്രേവ് ആൻഡ് അവർ എന്താണ് വഹുസ്സില മാ ഫിസ്സുദൂർ. അപ്പോൾ എന്താണ് അവരുടെ ഹൃദയത്തിലുള്ള നിയ്യത്തുകളൊക്കെ കാണിക്കും, പുറത്തേക്ക് കാണിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന പക്ഷം എന്തായിരിക്കും? അവരുടെ കർമ്മങ്ങളൊക്കെ എന്താണ് അവരുടെ നിയ്യത്തനുസരിച്ചിട്ട് വെയ് ചെയ്യപ്പെടും. അപ്പോൾ ആരുടേതാണ് എന്ത് വെയ് ചെയ്യുന്നത്? ഫഅമ്മാമൻ സഖലത് മവാസീനുഹു. എന്താ ഉണ്ടാകുക? അവർക്ക് വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകും അല്ലേ. എന്താണ്? ഫഹുവ ഫീ ഐഷത്തിർ റാദിയ. എന്നാൽ സൂറത്ത് സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വീണ്ടും ഈ ഖിയാമത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലേ. അവിടെയും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെയിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. മിഫ്ഖാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും തൂക്കം എന്ന് കാണിക്കുന്നതാണ്. ആരുടേത്? ഒരു അണുമണി തൂക്കം കനം തൂങ്ങുന്നുവോ എന്ന് പറയുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഖുലത്ത് എന്നുള്ള വാക്കുണ്ട്, എന്താണ് മിഫ്ഖാൽ എന്നുള്ള വാക്കുണ്ട്. അതുപോലെ തന്നെ അസ്ഖാലഹ
സുബ്ഹാനല്ലാഹ്. അതും സൂറത്തുൽ സൽസലയിലെ വഖ്റിജത്തിൽ അർദു അസ്ഖാലഹ. അങ്ങനെ സഖൽ എന്നുള്ള വാക്ക് ഈ 3 സൂറകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് സൂറത്ത് സൽസലയിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്ത് യൗമഇദിൻ യസ്ദുറുൻ നാസു അഷ്താതൻ ലിയുറാ അഅ്മാലഹും നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ സൂറത്തുൽ ഖാരിഅയിൽ പറയുന്നുണ്ട് കൽ ഫറാഷിൽ മബ്സൂസ്. രണ്ടും ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതായത് അള്ളാഹു ആദ്യം പറഞ്ഞതാണ് ആളുകളൊക്കെ സ്പ്രെഡ് ഔട്ട് ആകുമെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാരിഅയിലൂടെ പറയാണ് കൽ ഫറാഷിൽ മബ്സൂസ്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമുക്കിനി ആയത്തുകളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തണം, ശൈത്താൻ്റെ അറ്റാക്ക് നമുക്ക് പല രീതിയിലുണ്ടാകും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കേട്ട അത്ര ആളുകളൊന്നും നമ്മൾക്ക് പിന്നീട് ആ ആയത്തുകളൊന്നും ചിലപ്പോൾ കേൾക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് മാത്രം കേട്ട് പിന്നെ വിട്ടുപോകും. അങ്ങനെയൊക്കെ പല ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഞാൻ ഇവിടെ നിങ്ങളടുത്ത് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ എൻഡ് വരെ എത്തുന്നത് വളരെ കുറച്ച് ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻഡ് വരെ എത്തുന്നത്, ഇപ്പോൾ നമുക്കറിയാം റണ്ണിങ് റേസിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടൂല, അതിൽ നമ്മൾ അവസാനം വരെ ഓടി എത്തിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം അല്ലേ. സുബ്ഹാനല്ലാഹ്, അവിടെയും പ്രോബബിലിറ്റിയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീന് തുടക്കത്തിൽ മാത്രം ഉണ്ടായപ്പോൾ നമ്മൾ അവസാനം വരെ ഉണ്ടായിരിക്കണം. എന്നാലും അള്ളാഹു ആലം നമ്മളുടെ ഡെസ്റ്റിനേഷൻ സ്വർഗ്ഗമാണോ നരകമാണോ എന്നുള്ളത്. പക്ഷേ നമുക്കൊക്കെ സ്വർഗത്തിനെ പ്രതീക്ഷിക്കാം, നരകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നാത്തുൽ ഫിർദൗസിൽ അഅ്ല. ആമീൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആയത്തിലേക്ക് പോവുകയാണ്. അൽ ഖാരിഅ. അൽ ഖാരിഅ ലാസ്റ്റ് താ മർബൂത്തയാണ്, പക്ഷെ നമ്മൾ എന്നുള്ള സ്റ്റോപ്പ് ചെയ്യുക. സൗണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്നുള്ള സൗണ്ട് വരും. അത് നമ്മളുടെ പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കുമ്പോൾ നമ്മളുടെ എവിടുന്ന സൗണ്ട് വരാം, ഈ ഏറ്റവും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന്. അതുപോലെയുള്ളൊരു സൗണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു ഭയം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൗണ്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമായ ആ സംഭവം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഖാരിഅ എന്നുള്ള വാക്ക് ഖറ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഖറഅത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സൗണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആകില്ല, പക്ഷെ എന്താണ് പറയുക, വലിയ പൊട്ടിത്തെറിക്കണ വെച്ചാൽ, അല്ലെങ്കിൽ രണ്ട് വണ്ടികളും കൂട്ടിയിടിച്ചിട്ടുണ്ടാകുന്ന സൗണ്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വലിയ പാറക്കല്ല് വന്നിട്ട് വീഴുമ്പോൾ പൊട്ടണ സൗണ്ട്, ഇതൊക്കെ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്നതാണ്. നമ്മളൊന്ന് നെട്ടിപ്പോകും, അറിയാതെങ്കിലും നെട്ടിപ്പോകും അല്ലേ. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഉണർന്നു പോകും ആ വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ സൗണ്ടിനാണ് ഖറഅ എന്ന് പറയാം. അപ്പോൾ ഇതിൽ പറഞ്ഞത് രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആ ലൗഡ് ടെറിഫൈങ് സൗണ്ടിനാണ് ഖറഅ എന്ന് പറയുന്നത്. ഖറഉൽ ബാബ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഡോറ് വന്ന് മുട്ടുന്നതാണ്. നമുക്കറിയാം, രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തിൽ ആരെങ്കിലും ഡോർ മുട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും അല്ലേ. നമ്മൾ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര സമാധാനത്തിലായത് ആരാന്നറിയാതെ നമുക്കൊരു ആ ഒരു സമാധാനക്കേട് വരും അല്ലേ. നമ്മളുടെ സമാധാനം നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് പേടിയും വരും. കാരണം എന്താണ്, ആ സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയില്ല ആരാണ് ഡോറ് നോക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിനൊക്കെയാണ് ഈ ഖറഅ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അറബികൾക്ക് സാധാരണയായിട്ട് അവർക്ക് അറിയുന്നൊരു വാക്കാണ് ഖറഅ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടുള്ള വാക്കാണ് അൽ ഖാരിഅ. അതുപോലെ ഖുർആനിൽ ഒരുപാട് നാമങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ 20ഓളം നാമങ്ങളുണ്ട് ഈ ഒരു ഖിയാമത്ത് നാളിനെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിനെ സൂചിപ്പിക്കാൻ. അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് അൽ ഖാരിഅ. ഓക്കെ. അതുപോലെ തന്നെ യൗമുൽ ആസിഫ, അത്താമത്തുൽ കുബ്ര, അസ്സാഖ, ഇതൊക്കെ നമ്മൾ ഈ ഒരു 30ാമത്തെ ജുസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ മറ്റ് നാമങ്ങളാണ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേയിൽ എന്താ നമുക്കറിയാം, എന്താ പറയുക, ആ ദിവസം പെട്ടെന്നാണ് വരിക അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതായത് ഒരാൾ ചെടി നനയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്തേക്കാണ് ഈ ഒരു അൽ ഖാരിഅ നടക്കാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്കിൽ തന്നെ ആ ഒരു പേടി, ആ ഒരു ഭീകരത എന്താണ് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പേടിയെ ക്യാപ്ചർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മുമ്പത്തെ സൂറത്തിൽ പറയുന്നുണ്ട്, എന്താണ്, മനുഷ്യന്മാർക്ക് അറിയില്ലല്ലേ, വഖാലൽ ഇൻസാനു മാ ലഹ, എന്താണ് പറ്റിയതെന്ന് ആളുകൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പെട്ടെന്നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ
ഷൗക്കാനി റഹിമഹുള്ള പറയുന്നുണ്ട് എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡിൽ സ്ട്രൈക്ക് ചെയ്യണം, ഭയങ്കര സ്ട്രെങ്ത്തിൽ എന്താണ് പേർപ്പസ്ഫുള്ളി സ്ട്രൈക്ക് ചെയ്യുന്നതിനാണ് എന്ത് ഈ ഒരു വാക്ക് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു സ്ട്രൈക്കിങ്ങിൽ ഹൃദയം എന്താണ് റാറ്റിൽഡ് ആവും. നമുക്ക് തന്നെ അറിയാലേ ഭയങ്കര സൗണ്ട് ആകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കൂടെ ഒരു എന്തോ ഒരു ഇത് പുറത്തേക്ക് പോകുന്നവൾ പറഞ്ഞേക്കില്ലേ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ, ആ ഒരു റാറ്റിൽഡ് ഔട്ട് ഓഫ് ഫിയർ എന്ന് പറഞ്ഞ ആ ഒരു ഫിയർ ആണ് ഈ ഒരു വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ ഫിയർ എന്തുകൊണ്ടാണ് വരുന്നത്, എന്താണ് ഇത് ഇത്രയും കാലം പറഞ്ഞതൊക്കെ സത്യമായിരുന്നു മനസ്സിലാക്കുകയും അങ്ങനെ അതിനുശേഷം എന്താണ് തെറ്റ് ചെയ്ത ആളുകൾക്ക് അള്ളാഹുവെ ഞങ്ങൾ ആ പനിഷ്മെന്റ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ശിക്ഷ നേരിടേണ്ടി വരുമല്ലോ എന്നുള്ള ഭയത്താലുള്ള ആ ഒരു എന്താണ് ഹൃദയം നടുങ്ങുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഈ ഒരു ഖാരിഅ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം ഈ സൂറത്തിൽ റിപ്പീറ്റഡ് ആണ്? 3 പ്രാവശ്യം അല്ലേ? അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. 3 പ്രാവശ്യം ഇത് എന്താണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഗൗരവം കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അള്ളാഹുവിടെ തഫ്ഹീം ഹെവിയർ ആക്കിയിട്ട് ഗ്രേറ്റർ ആക്കിയിട്ട് പേടിപ്പെടുത്തുന്നതാക്കിയിട്ട് അതിനെ തഅ്ലീമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് റിപ്പീറ്റ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹാഖയിലും അൽ ഹാഖ അൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ എന്ന് പറയുന്നുണ്ടല്ലേ. അതേപോലെ സെയിം പാറ്റേൺ ആണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കുറേ എന്താണ് പറയുക ഗ്രാമർലി റൂൾസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നോക്കാം. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തിലൂടെ അൽ ഖാരിഅ എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേറെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്താണ് എപ്പോഴാണ് ഈ അൽ ഖാരിഅ എന്നുള്ളത് നമുക്ക് ദിവസവും സമയം കാലം ഒന്നും നമുക്കറിയില്ലെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ സയൻസുകൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് എന്താണ് അള്ളാഹു ഇവിടെ ഖാരിഅ എന്ന് റെഫർ ചെയ്യാൻ കാരണം? ആ ജഡ്ജ്മെന്റ് ആ ദിവസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ദിവസങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളിഷൻ നടക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്. അതായത് സൂര്യനും ചന്ദ്രനും കൊളയിടുകയും അല്ലെ, ഓഷ്യൻസും സ്റ്റാർസും ആകാശം പൊട്ടി വീഴും, സ്റ്റാർസുകളൊക്കെ ഉതിർന്ന് വീഴും, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാതും പൊട്ടിത്തകരുന്ന ഒരു സൗണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വളരെ കുറച്ചൊരു സ്ഥലം, അതായത് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിക്കാം. അപ്പം നമ്മൾ എന്താണ് തൊട്ടപ്പുറത്ത് ഒരു വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ റോഡിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ ഒരു 2-3 വാഹനങ്ങൾ ഇടിച്ചാൽ തന്നെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഫുൾ യൂണിവേഴ്സ് ഈ ലോകം മുഴുവനായിട്ടും ബ്ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര വലിയ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് അൽ ഖാരിഅ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് അത്രയും സ്ട്രോങ്ങിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ദ ഡേ ഓഫ് ഗ്രേറ്റ് ക്ലാഷ്, ഭയങ്കര വലിയ ക്ലാഷ് നടക്കുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനി എന്താണ് പറയാം, നമുക്കറിയാം കാഹളം ഊതുമ്പോൾ അല്ലെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പ്രത്യേകം കാഹളം ഊതാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ആ മലക്ക് മലക്കിനെ അതിന് അസൈൻ ചെയ്ത സമയത്ത് തന്നെ എന്താണ് ഈ കാഹളമായിട്ട് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ കമാൻഡ് കേട്ടാൽ അപ്പം ആ കാഹളം ഊതാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കാഹളം ഊത്ത് 2 പ്രാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്, 3 പ്രാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വല്ലാഹു ആലം, അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കാരണം നമുക്ക് ആദ്യം 3 പ്രാവശ്യം എന്താണെന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് എന്താണ് കാഹളം ഊതും. ഇസ്രാഫിൽ അലൈഹിസ്സലാം ഫസ്റ്റായിട്ട് കാഹളം ഊതുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലാകും. എന്താണ് നഫ്ഖത്തുൽ ഫസ് എന്ന് പറയുന്നത്, ഇത് ഭയങ്കര പേടിയും കൺഫ്യൂഷനും, ഇതെന്താ സംഭവിക്കുന്നത്, വഖാലൽ ഇൻസാനു മാ ലഹ എന്ന് പറയുന്നത് പോലെ, അതായത് എന്താ സംഭവിക്കുന്നത് അറിയാണ്ട് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. എന്നിട്ട് പിന്നീട് വീണ്ടും എന്താ പറയുക, ഒരു കാഹളം ഊതുമ്പം എല്ലാവരും മരണപ്പെടും എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതായത് എന്താണ് ഈ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മരണപ്പെടും. എന്നിട്ട് അത് എത്ര കാലമാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, അത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ ആ കാലം എത്രയായിരുന്നു എന്നുള്ളത്, എത്ര ആകും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 എന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. 40 ദിവസമാണോ, 40 വർഷങ്ങളാണോ, മാസങ്ങളാണോ, അതോ യുഗങ്ങളാണോ ഒന്നും നമുക്കറിയില്ല. അത്ര മാത്രമേ നമുക്കറിയുള്ളൂ. എന്നിട്ട് 3-ാമത്തെ ഊത്തുണ്ട്. ആ എന്താണ് ഊത്തിലൂടെ എല്ലാവരും എന്താണ് വീണ്ടും ജീവിതത്തിലേക്ക് വരും. അപ്പോഴുള്ള സംഭവങ്ങളാണ് ഈ സൂറത്തിലൂടെ പറയുന്നത് എന്നാണ് പറയുന്നത്. അല്ലാഹു അലം. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ 2 ഊത്തുകളാണുള്ളത്. ആദ്യത്തെ ഊത്തിൽ എന്താണ് പറയുക, എല്ലാവരും
മരണപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഓത്തിൽ എല്ലാവരും എന്താണ് പറയുക വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു അഭിപ്രായത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഓത്തിൽ എന്താണ് പറയുക മരിച്ച ആളുകളൊക്കെ ജീവിക്കുകയും ചെയ്യും, ജീവിച്ച ആളുകളൊക്കെ മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അല്ലാഹു അലം. എന്തായാലും നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളില്ല. നമുക്ക് എന്തായാലും ഇനി ഫോർവേഡ് ആക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു എന്താണ് പറയുക ആളുകൾ കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുകയാണെന്നില്ല കുട്ടീനെ ഇട്ടിട്ട് ഓടും അല്ലേ, അല്ലെങ്കിൽ മദർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എന്താണ് മദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒട്ടകങ്ങളായിക്കോട്ടെ എന്ത് അനിമൽസ് ആയിക്കോട്ടെ അതൊക്കെ എന്താണ് അതിനെ ഫുൾ അബോർട്ട് ചെയ്തിടും. അതായത് എന്താണ് പേടിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിൽ എന്താണ് പറയുക ആ കുട്ടിനെയും കൂടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളത് പോലും ഓർക്കാത്ത വിധം ഭയം വരുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉദാഹരണം അതുപോലെ ആളുകളൊക്കെ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കും, അതായത് ഇൻടോക്സിക്കേറ്റഡ് ആണെന്ന് തോന്നും, ആളുകളൊക്കെ ഒരു ലഹരി ബാധിച്ച പോലെയാണെന്ന് തോന്നും. പക്ഷെ അവർ ലഹരി ബാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഭയങ്കരമായിട്ട് ബോംബൊക്കെ വന്ന് വീഴുന്നൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കൂടെ ഒരു മരവിപ്പായിരിക്കും, എന്താ ഒന്നും മനസ്സിലാവില്ല അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോവും. ആ ഒരു സിറ്റുവേഷനാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. ആ സിറ്റുവേഷൻ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റൂല അല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ അടുത്ത് എമർജൻസി കാണിച്ച് പറയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് നോർമലി ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഫയർ കത്തുകയാണ്, നമ്മൾ എന്താണ് ഉറക്കെ വിളിച്ച് പറയുക എന്താണ് ഫയർ 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 എന്ന് ഉറക്കെ വിളിച്ച് പറയുള്ളൂ അല്ലേ. നമ്മളല്ലാതെ ഈ ബ്ലോക്കിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഫയർ ഉണ്ട് എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് വക്കേറ്റ് ചെയ്ത് പോകണം എന്നുള്ള ഒരു ഫുൾ സെൻറ്റൻസ് ഒന്നും നമ്മൾ പറയൂല. അതിന് പകരം നമ്മൾ എന്താണ് ഒരൊറ്റ വാക്ക് ഫയർ എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നത് ഭയങ്കര അർജൻസിയാണ്, ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്നുള്ളത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് വളരെ അടുത്താണ്. നിങ്ങൾ ഈ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് മറ്റൊരു സൂറത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അതായത് എന്താണ് സൂറത്തുൽ മാരിജിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, അതായത് അവരതിന് ദൂരമായിട്ട് കാണും പക്ഷെ ഞാനത് വളരെ അടുത്തായിട്ട് കാണുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞത്. നമുക്കൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നതാണ് അല്ലേ. കാരണം ഇനി എന്താണ് കുറേ കാര്യങ്ങൾ നടക്കാണ്ട്, എന്താണ് പറയുക ഈസാ നബി വരാനുണ്ട്, ദജ്ജാൽ, ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ കുറച്ചാണ് അള്ളാഹുവിൻ്റെ കണ്ണിൽ. പരലോകം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പരലോകത്ത് 50,000 വർഷം നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാരിഅ എന്നുള്ള വാക്കിലൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്ന ആ ഒരു പേടിയും അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഭീകരതയും ഒക്കെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രമായിട്ട് ദുആ ചെയ്യാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. മൽ ഖാരിഅ, ഭയങ്കരമായ സംഭവം, എന്നാൽ എന്താകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. എന്താണ് ഈ ഒരു അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള അൽ ഖാരിഅ എന്ന് നിങ്ങളുടെ ഖറഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് ഡോർ ശബ്ദത്തിൽ മുട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ കൂട്ടിയടിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ കണ്ണിലെ ഖാരിഅ. അപ്പോൾ അള്ളാഹു നമ്മളടുത്ത് ചോദിക്കുകയാണ് ഭയങ്കരമായ സംഭവം അൽ ഖാരിഅ എന്നാൽ എന്താകുന്നു എന്ന് ചോദിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുക, ഇവിടെ എന്താണ് കഴിഞ്ഞ ആയത്തായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ആയത്ത് സബ്ജക്റ്റും ഈ ആയത്ത് അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, മുബത്തദ, ഖബർ എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് പറയുക, ഇത് വീണ്ടും ഒരു ചോദ്യം ആയതുകൊണ്ട് അത് പറ്റൂല എന്ന മറ്റഭിപ്രായം അങ്ങനെയൊക്കെയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് വാട്ട് വിൽ ഗീവ് യു എനി ഐഡിയ വാട്ട് ദ ഖാരിഅ ഒക്കേഴ്സ് അല്ലെങ്കിൽ വെൻ ദ ഖാരിഅ ഒക്കേഴ്സ്. അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താണ് ഈ ഖാരിഅ, എപ്പോഴാണ് സംഭവിക്കുക? അങ്ങനെ ആ ഖാരിഅൻ്റെ ആ ഇമ്പോർട്ടൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് കാണിക്കുകയാണ്. മൽ ഖാരിഅ, നിങ്ങൾ ചിന്തിക്കരുത് ഈ ലോകത്തുള്ള ചെറിയ കൂട്ടിമുട്ടലുകൾ പോലെ എന്തോ ഒന്നാണ് അൽ ഖാരിഅ. ഇതൊരിക്കലും അങ്ങനെയല്ല. ജസ്റ്റ് എന്താ പറയുക വലിയ ബ്ലാസ്റ്റിംഗ് സൗണ്ടാണ്, ബ്ലാസ്റ്റിംഗ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ കാണിച്ചിട്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ് വമാ അദ്റാക മൽ ഖാരിഅ,
ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? വീണ്ടും ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ അദ്റാക്ക എന്നുള്ള വാക്കുണ്ട്. നമ്മൾ ഖുർആനിൽ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. എന്താണ് വമാ അദ്റാക മൽ ഖാരിയ വമാ അദ്റാക മൽ ഹാഖ, എന്താണ് വമാ അദ്റാക മൽ ഹുതമ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അദ്റാക മാ യൗമുദ്ദീൻ, അങ്ങനെ ഒരുപാട് പല സ്ഥലത്ത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, അങ്ങനെ കുറേ ഉണ്ട്. അതേപോലെ അള്ളാഹു ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് വമാ യുദ്രീക, വമാ യുദ്രീക ലഅല്ല الساعة قريب, വമാ യുദ്രീക ലഅല്ല الساعة തകൂന ഖരീബ, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, അങ്ങനെ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അദ്റാക എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് പറയാണ്, എന്താണ് അതിന് പറയുന്നതോട് കൂടി അള്ളാഹു അതിന് ശേഷം ആൻസർ പറയും. എന്ത് ഐഡിയ ആണ്, വാട്ട് വുഡ് ഗീവ് യു എ ക്ലൂ, എന്ത് ഐഡിയ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ. എന്നാൽ യുദ്രീക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ആൻസർ തരൂല. അത് നമ്മൾ ചിന്തിക്കാനുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. കാരണം ലഅല്ല സാഅത ഖരീബ്, അതായത് സമയം വളരെ അടുത്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള ക്ലൂ നമുക്ക് അള്ളാഹു പല രീതിയിലും തന്നിട്ടുണ്ട്. അള്ളാഹു അതിന് ആൻസർ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വമാ അദ്റാക മൽ ഖാരിഅ എന്ന് പറയുമ്പോൾ അതിന് ആൻസർ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 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 ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അൽ ഖാരിഅ അൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഇതൊക്കെ എന്തിനാണ്? കൂടുതൽ ക്യൂരിയോസിറ്റി, ഇതെന്താണ് സംഭവം എന്നറിയിക്കാനും ആ ഒരു ഭയം നമ്മളിടാനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് പറയുന്നത് അതിന് ആൻസർ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച് നമ്മുടെ അടുത്ത് എന്താ അറിയോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അള്ളാഹു അതിനുള്ള ആൻസർ പറയാണ്. എന്താണ് ആൻസർ? യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്, മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ ആകുന്ന ദിവസമാണ് അന്ന്. സുബ്ഹാനല്ലാഹ്. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, യക്കു എന്ന് പറഞ്ഞാൽ ആകുന്നു, അന്നാസ് മനുഷ്യന്മാർ, ജനങ്ങൾ എങ്ങനെ ആകുന്നത്? കൽ എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള ഉപയോഗത്തിന് യൂസ് ചെയ്യുന്ന വാക്കാണ് ക്യാഫ്. ഇവിടെ കൽ ഫറാഷ് എന്തുപോലെയാണ്? ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ. അൽ മബ്സൂസ് എങ്ങനത്തെ പാറ്റ? ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ. ഇവിടെ ഒരു നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ് ഇവിടെ പാറ്റകൾ, ഒന്ന് ബട്ടർഫ്ലൈകളാന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ ഫറാഷ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ബട്ടർഫ്ലൈക്കാണ്. അതുപോലെ മറ്റൊന്ന് മോത്ത്സ് എന്ന് പറയുന്നുണ്ട്. രണ്ടും ഉപയോഗിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? നമുക്കറിയാം ഒരു പൂമ്പാറ്റൊന്നും ഒരു വെയിറ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താണ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല, അങ്ങോട്ട് പറക്കും. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്തായിരിക്കും, പിന്നെ നോക്കുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് എന്ത് ഈ ഒരു പൂമ്പാറ്റകളുടെ പറക്കൽ അല്ലേ? സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അവർ പറക്കുമ്പോഴോ ഇപ്പോൾ കുറേ കൂട്ടം പൂമ്പാറ്റകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചടിച്ചിട്ടായിരിക്കും അവർ പറക്കുക. കാരണം എന്താണ് പറയുക, അവർക്കൊരു ലക്ഷ്യമൊന്നുമില്ല, അവരങ്ങനെ പറക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ലോക്കസ്റ്റ് അല്ലെങ്കിൽ മോത്ത്സ് എന്നൊക്കെ പറഞ്ഞാൽ, അതും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കും. ഒരു ഐഡിയ ഇല്ലാണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഐഡിയ ഇല്ലാണ്ട് പറക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ മബ്സൂസ് എന്ന് പറഞ്ഞത് ചിന്നിച്ചിതറിയ എന്ന് പറഞ്ഞു. ചിന്നിച്ചിതറിയ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു വെളിച്ചമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചില പാറ്റകൾ ഉണ്ടാവില്ലേ, ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഓടിപ്പോകുന്നത്. ആ പോകുമ്പോഴും തന്നെ അവർ ആകെ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി തെറിച്ചിട്ടൊക്കെ ആയിരിക്കും പോവുക. സ്കാറ്റേർഡും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവിടെ ബസൂസ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്? മനുഷ്യന്മാർ ഇതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഒരു ഐഡിയ ഉണ്ടാകില്ല, ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്തോ ശബ്ദം കേൾക്കുക, ആ ശബ്ദത്തിന് അങ്ങോട്ട് ഓടാണ്. പക്ഷെ ഓടുമ്പോഴും തന്നെ എന്താണ്, ആകെ പരിഭ്രാന്തി പിടിച്ചിട്ട് ആകെ ഏതോ ഒരവസ്ഥയിൽ ഇൻടോക്സിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇൻടോക്സിക്കേറ്റഡ് അല്ലാണ്ട് തന്നെ ആ ഒരു ദിവസത്തിൻ്റെ ഭീകരത കൊണ്ട് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോകും എന്നുള്ള സുബ്ഹാനല്ലാഹ് പറയണം. സുബ്ഹാനല്ലാഹ്. ആ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ഉണ്ടാകും അല്ലേ? പക്ഷെ ആ മനുഷ്യന്മാർക്ക് എന്താണ് പറയുക, ആരും ഒരുമിച്ചാവില്ല, എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും, ഇൻഡിവിജ്വലി ആയിരിക്കും. കാരണം അവർക്ക്
ആരെയും നോക്കാനുള്ള സമയമല്ല. സ്വന്തം കുട്ടീനെ തന്നെ ഉമ്മാക്ക് നോക്കൂല അല്ലേ? അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ദിവസമായിരിക്കും സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ മുമ്പത്തെ 2 സൂറത്തുകളിലൂടെ നമ്മൾ കണ്ടു. വഖാലൽ ഇൻസാനു മാ ലഹ. അവിടെ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തത്തിനോട് തന്നെ ചോദിക്കും, എന്താ പറ്റിയതിന് എന്ന് ചോദിക്കും അല്ലേ? അതുപോലെ തന്നെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അപ്പോൾ മനുഷ്യരെന്താണ്? അവര് റബ്ബിനോട് തീർച്ചയായിട്ടും എന്ത് കാണിച്ചു? അവര് റബ്ബിന്റെ അടുത്ത് നന്ദികേട് കാണിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പേഴ്സണലി ഇൻഡിവിജ്വൽ ആയിട്ട് പറയാണ്, ഇതാണ് സംഭവം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നാസ് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ട് കളക്റ്റീവ്ലി അള്ളാഹു എല്ലാവരോടും കൂടെ ആയിട്ട്, അതായത് മനുഷ്യന്മാരൊക്കെ എങ്ങനെയായിരിക്കും? എല്ലാ മനുഷ്യന്മാരും കെൽ ഫറാഷിൽ മബ്സൂസ്, ഒരുപാടുണ്ടാകും, ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു റാറ്റ്ലിംഗ് സൗണ്ട് അൽ ഖാരിഅ സംഭവിച്ചാൽ മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഷോക്കാണ് എന്ത്? എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താണ് എല്ലാവരും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എണീറ്റ് ഓടും. എങ്ങോട്ടാ ഓടുന്നതെന്നും അറിയാണ്ട്, എന്താണ് അവസാനം ഒന്നും അറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഓടുന്ന സിറ്റുവേഷനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത്. ഇനി മബ്സൂസ് എന്ന് പറഞ്ഞാൽ ബസ്സ എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈഡഡ്, സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചിട്ടാണ്. പക്ഷെ എന്താണ്? അവർ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി അല്ലേ? ഉമ്മാൻ്റെ അടുത്ത് നിന്ന് മനുഷ്യരെന്താണ്? സ്വന്തം സഹോദരനിൽ നിന്ന് മാറുമോ ഉമ്മിഹി വ അബീഹി. അതുപോലെ തന്നെ എന്താണ് പറയുക, ഉമ്മയുടെ അടുത്ത് നിന്ന്, അതുപോലെ തന്നെ അബുവിൻ്റെ അടുത്ത് നിന്നും ഒക്കെ എന്താണ്? സെപ്പറേറ്റഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഒറ്റക്കായിരിക്കും. എല്ലാവരും കൂട്ടത്തിലാണെങ്കിലും എല്ലാവരും ഒറ്റക്കായിരിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻസാനിൽ പറയുന്നത് വയഖൂലു ഇൻസാനു അയ്നൽ മഫർ. ചോദിക്കും, എന്താ പറയുക, എങ്ങോട്ടാണ് ഒരു എസ്കേപ്പ് ഉള്ളതെന്ന് ചോദിക്കും. ഇത്രയ്ക്കും നമുക്ക് തിങ്ക് ചെയ്യാനും കൂടെ പറ്റാത്ത ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷനാണ് അൽ ഖാരിഅ. ആ ദിവസം മനുഷ്യരെങ്ങനെയായിരിക്കും? യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്. സെപ്പറേറ്റഡ് ആയിട്ട്, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ആകെ പറന്നുകൊണ്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പാറ്റയെ പോലെ ആയിരിക്കും അന്നാസ് എന്ന ദിവസം. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും യഖീനോട് കൂടി ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് എന്താ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്? വതകൂനുൽ ജിബാലു കൽഅഹ്നിൽ മാഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമം പോലെയാകും. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പർവ്വതം, മലയെ കുറിച്ചിട്ട് പറയണം. മലകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആണ്, മല പോലെ ശക്തി എന്നൊക്കെ പറയും നമ്മളല്ലേ. എന്താണ് മല പോലെ എന്ന് പറയുമ്പം അതിൻ്റെ വലുപ്പം, അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ വെയിറ്റ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? അന്നേ ദിവസം ഈ മലകളൊക്കെ എങ്ങനെ ആകുക? കൽ അഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വൂൾ, വൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ഞി പോലത്തെ സാധനം, ആട്ടിൻ രോമം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ്? കടഞ്ഞ, അൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുത്ത, അതായത് കടയാന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡഡ് ആക്കിയിട്ടുള്ള രീതിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താണ് പഞ്ഞികളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഊതിയാൽ തന്നെ അത് ആകെ സ്പ്രെഡായിട്ട് പറക്കൂലേ, ആ ഒരു രീതിയിലാണ് അൽ അഹ്നിൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അഹൻ എന്നുള്ള വാക്കിന് എന്താ പറയുക, വെറും കമ്പിളി അല്ലെങ്കിൽ വൂൾ എന്നുള്ള അർത്ഥമല്ല. പല ഡിഫറെൻറ്റ് കളേഴ്സ്, അതായത് നമുക്ക് തന്നെ അറിയാം യെല്ലോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, ഡാർക്ക് ബ്രൗൺ, അങ്ങനെ പെയിൽ ഗ്രേ, അങ്ങനെ കുറേ കളർ ഉണ്ടാവും. അതേപോലെ പല ടെക്സ്റ്റേഴ്സിലുള്ള വൂളിനാണ് അഹൻ എന്ന് പറഞ്ഞത്. നമുക്ക് മനുഷ്യന്മാരെ തന്നെ അറിയാം അല്ലേ, നമ്മളൊക്കെ പല കോംപ്ലക്ഷനാണ്. അപ്പോൾ സുബ്ഹാനഹു വതആല ഇത്ര പ്രിസൈസ് ആയിട്ടാണെന്നല്ലേ അതെല്ലാം പറഞ്ഞത്. അതേപോലെ പർവ്വതങ്ങൾ എങ്ങനെയായിരിക്കും? പല പല വർണ്ണങ്ങളിലെ പർവ്വതങ്ങൾ നമുക്കറിയാം അല്ലേ. ചില സ്ഥലത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു ജിബാലുകളൊക്കെ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? ഈ രോമങ്ങൾ പോലെ, അതായത് പല കളറിലുള്ള ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സിലുള്ള എന്താണ് പറയുക, ഈ രോമം അല്ലെങ്കിൽ പഞ്ഞികൾ പോലെ പറക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി മൻഫൂഷ്, നഫഷ എന്ന് പറഞ്ഞാൽ പഫ്ഡ് അപ്പ്, അതായത് എന്താണ് പറയുക, നമ്മളിപ്പം അങ്ങനെ കുത്തി നിറച്ച് അതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കൂലേ,
അതിനാണ് സ്കാറ്റേർഡ് ആയിട്ടുള്ള അർത്ഥം എന്ന് വരുന്നത്. അപ്പോൾ നമ്മളുടെ വിരലുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിങ്ങനെ ആകെ പരന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുടിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് മുടി ഒന്ന് ഇതാക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് തോന്നില്ല. അതേപോലെ കാണുമ്പോൾ ഭയങ്കര വലുതായിരിക്കും, പക്ഷെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ. പർവ്വതങ്ങൾ കാണുമ്പോൾ ഭയങ്കര വലുതായിരിക്കും, പക്ഷെ ആലോചിച്ച പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ പഞ്ഞികൾ പോലെ, ഭയങ്കര വലിയ പഞ്ഞികൾ പോലെ ഇങ്ങനെ പാറിപ്പോകുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് വൂളാണ്, ആകെ പരന്ന് കിടക്കുന്ന, ചിതറി കിടക്കുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്. എപ്പോഴാണ് അത് സംഭവിക്കുക? അൽ ഖാരിഅ നടക്കുന്ന സമയത്താണ് സംഭവിക്കുക. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ മനുഷ്യന്മാരൊക്കെ ഈ ഒരു ദിവസം ഈ ഒരു ഭീതിയൊക്കെ നടന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു പിന്നീട് മനുഷ്യന്മാരുടെ സിറ്റുവേഷൻ പറയണം. നമ്മൾ കുറച്ച് മുമ്പുള്ള ഒരു സൂറത്തിൽ ഇൻഷിഖാഖിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു അവരുടെ കൈകളിലൊക്കെ കിതാബുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു എന്താ ചെയ്യുന്നത്? ഫഅമ്മാ മൻ ثقلت موازينه, അവരുടെ കർമ്മങ്ങളും അവരുടെ നിയത്തുകളും ഒക്കെ വെച്ച് അവരുടെ എല്ലാതും ഈ ഒരു തുലാസിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വേ ചെയ്യാണ്. അപ്പോൾ അല്ലാഹു പറയാണ്, അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തോന്നിയോ. സുബ്ഹാനല്ലാഹ്. ഇവിടെ തുലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന പിക്ചറിലെ പോലത്തെ തുലാസുകളൊന്നുമല്ല അത്. സുബ്ഹാനല്ലാഹ്. അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. അതിൽ മനുഷ്യരെ തൂക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിയ്യത്തുകളെ തൂക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ പല കാര്യങ്ങളും, നമ്മളുടെ ഓരോ സംഗതികളും അതിൽ തൂക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്താണെന്നൊക്കെ അല്ലാഹു ആലം. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമാജിനറി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു കഴിഞ്ഞ ആയത്തിലൂടെ പറഞ്ഞെന്താണ്? വതകൂനുൽ ജിബാലു കൽഅഹ്നിൽ മൻഫൂഷ് അല്ലേ. അപ്പോൾ അന്ന് ആ വലിയ വെയിറ്റുള്ള ഈ മലകളൊക്കെ വളരെ പഞ്ഞികളെ പോലെ വെയിറ്റ് ഇല്ലാത്തതാണെന്ന് കാണാൻ പറ്റും. അതേപോലെ ഈ ലോകത്ത് തീരെ വെയിറ്റില്ല, നമ്മളുടെ സഹോദരനൊക്കെ നോക്കി ചിരിക്കുന്ന പുഞ്ചിരിയാണെന്ന് പറയുമ്പം അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ അങ്ങനെ നിസ്സാരമാണ് നമ്മൾ വിചാരിച്ച വേർത്ത്ലെസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അന്ന് തഖലത് മവാസിൻ, നമ്മുടെ തുലാസിൽ അത് കാണാൻ തോന്നും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി മീസാൻ എന്ന് പറഞ്ഞ വാക്ക് അതിൻ്റെ പ്ലൂറലാണ് മവാസീൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൗസൂനിൻ്റെ പ്ലൂറലാണ് മവാസീൻ എന്ന് പറയുന്നത്. മീസാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കനം തൂക്കുന്ന സ്കെയിൽ അല്ലെങ്കിൽ ബാലൻസ് എന്ന് നമ്മൾ പറയും. മൗസൂൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണോ തൂക്കുന്നത് അതിനുപയോഗിക്കുന്ന വാക്കാണ് മൗസൂൻ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് തൂക്കുക എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ തുലാസ് കനം തൂങ്ങുക എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് നന്മയും മറ്റു ഭാഗത്ത് തിന്മയും, അങ്ങനെ അത് രണ്ടും വെയിറ്റ് നോക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നന്മകൾ തുലാസിൽ വെക്കുമ്പോൾ അത് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ തിന്മേനേക്കാളും കൂടുതൽ നന്മകൾ നമ്മളെടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മവാസീൻ അല്ലെങ്കിൽ നമ്മളുടെ മീസാൻ എന്താകും? അത് കനം തോന്നും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരുടെയും മീസാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കനം തോന്നുന്ന മീസാനാക്കി മാറ്റട്ടെ. ആമീൻ. കാരണം നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും അല്ലേ. കുറേ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അത് വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഒരു വെയിറ്റ് ഉണ്ടാക്കില്ല അല്ലേ. എന്താ കാരണം? നമ്മളെക്കാളും എത്രയോ ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങളും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരുപാട് സഹായങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇഷ്ടംപോലെ മനുഷ്യരുണ്ടാകും. അപ്പോൾ അവരുടെ ഈ ഇത്രയും വെയിറ്റ് കൂടിയിട്ടുള്ള, ശരിക്കും ഈ ഡീഡ്സൊക്കെ ഭയങ്കര വെയിറ്റാണ്, പക്ഷെ അത് ഈ തുലാസിൽ വെക്കുമ്പം അത് എന്താകും? ഒരു വെയിറ്റില്ലാണ്ടാകും. ഉലൈക അല്ലദീന ഹബിതത് അഅമാലുഹും ഹസറാത്തിൻ അലൈഹിം. ചില ആളുകൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ഈ ലോകത്ത് ചായ ചെയ്ത്, കുറേ കഷ്ടപ്പെട്ട് പലതും ചെയ്ത്, പക്ഷെ അന്നേ ദിവസം അവരുടെ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു തൂക്കം ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ഭാഗത്ത് നമ്മൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നത്? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. سبحان الله.
ഇത് അല്ലാഹു സുബ്ഹാനഹു സത്യനിഷേധികളെ കുറിച്ചിട്ട് പറയാണ്. അവര് അന്നേ ദിവസം എന്താണ് ഭൂമിയിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നൊക്കെ വിചാരിക്കും. കുറേ കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് നാളത്തേക്ക് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചെയ്യും. പക്ഷെ ഇതൊക്കെ എന്താണ് ഹാപ്പി പാത്ത്, അതൊക്കെ ഒന്നില്ലാതെ എന്താണ് പറയുക വെയിൻലെസ് ആയിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു നമ്മളെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അത് അഖ്സരീന അമാലായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ പാരായണം ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ കഹ്ഫിൽ ഈ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ 2 ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഉൾക്കൊള്ളിപ്പിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇഖ്ലാസ്, മറ്റൊന്ന് സുന്ന. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് എത്ര ചെറിയ കാര്യമാണെങ്കിലും നന്നായിട്ട് വെയിറ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ എന്ന് പറയുന്നുണ്ട്. 2 കലിമത്തുണ്ട്. എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് നമ്മൾ യഖീനോട് കൂടി സിൻസിയർലി നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് മതിയാകും നമുക്ക് നാളെ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഒരു വ്യക്തി എത്രയോ എത്രയോ ഷീറ്റുകളോളം തെറ്റുകൾ മാത്രം നിറച്ചിട്ട് ആ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടേത്. പക്ഷെ ഒരു ചെറിയൊരു കാർഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എഴുതിയത് അത് വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഇത്രയും പേജസോളം തിന്മകളുള്ള ഈ വ്യക്തിയുടെ തുലാസ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് തൂങ്ങി എന്ന് പറഞ്ഞത്. അത്രയ്ക്കും എന്താണ് വെയിങ് ആണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു തുലാസിൽ ഈ ലോകവും അതിലുള്ള അടങ്ങിയതും എല്ലാതും അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാതും നമ്മൾ വെക്കുകയും മറ്റൊരു തുലാസിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ ആളുകളാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മൾ എല്ലാവരെയും മാറ്റട്ടെ. വേറെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ല, കർമ്മങ്ങൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തസ്ദീഖ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ കനം തൂങ്ങിയോ, അതായത് അവരുടെ ഈമാൻ കൊണ്ടും അവരുടെ അമൽ സ്വാലിഹാത്ത് കൊണ്ടും, സൂറത്തുൽ അസ്ർ നമുക്കറിയാലേ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇങ്ങനത്തെ ആളുകൾക്കാണെന്ത്? അവരുടെ മീസാന് കനം തൂങ്ങും. അവരുടെ അവസാനം എന്താണ്? ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അവന് സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ ഐഷത്ത്, ആഷ എന്നൊക്കെ നമ്മൾ വാക്ക് കേട്ടിട്ടുണ്ട്. ആഷയ ഐഷു നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഐഷത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ലൈഫ് എന്നാണ് അർത്ഥം. അതായത് ഈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ഒരു എന്താ പറയുക നോൺ ലിവിങ് തിങ്സിനെ പോലല്ല. നമ്മൾ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, നമ്മൾ പലതും അനുഭവിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഫുൾ ഓഫ് എക്സ്പീരിയൻസ്ഡ് എന്നുള്ളതിനാണ് ഈ ഐഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എങ്ങനത്തെ ലൈഫാണ്, എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്? റാദിയ. റാദിയ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, സംതൃപ്തമായിട്ടുള്ള, കണ്ടന്റ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ ഫുൾ ഓഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ഫുൾ സാറ്റിസ്ഫാക്ഷൻ, ഫുൾ സന്തോഷം അല്ലേ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. കാരണം ആ ഒരു ലൈഫ് ഇവിടെയൊക്കെ നമ്മളെപ്പോഴും കൊതിക്കുന്നതാണ്. സന്തോഷം വേണം, സമാധാനം വേണം, എപ്പോഴും നല്ലത് മാത്രമാകണം എന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളെപ്പോഴും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ് ഒരിക്കലും നമ്മൾ ഈ ഒരു ഐഷത്തി റാദിയ ഈ ലോകത്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ഈ ഒരു ലൈഫ് നമുക്ക് ശരിക്കും പരലോകത്ത് മാത്രമേ കിട്ടുള്ളൂ. ഒരു ഹാപ്പി ലൈഫ്, എപ്പോഴും കണ്ടന്റ് ആയിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എന്ത് ചെറിയ പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംതൃപ്തമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള പ്രയാസം ആണ് എന്ന് കണ്ടിട്ട് നമ്മൾ അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ അടുത്ത് നമസ്കാരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ഐഷത്തുൽ റാദിയയിലെത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആർക്കും തന്നെ ഒരിക്കലും ഇവിടെ ആ ഒരു ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യല്ല വേണ്ടത്. നമ്മൾ ഈ ഒരു പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ആയത്തിലൂടെ ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? ആരുടെ തുലാസാണ് കനം തൂങ്ങിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ്
عيشة راضية അല്ലേ. എന്നാലോ وأما من خفت موازينه, എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ, സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ തൂക്കം കുറയാന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. അതായത് അയാൾ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും, നമ്മളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ വിചാരിക്കാം ഇതിൻ്റെ തുലാസിലേക്ക് പോകും എന്നുള്ളത്. പക്ഷേ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് തുലാസ് നമ്മളുടെ മറ്റ് ചീത്ത കർമ്മങ്ങൾ കൂടെ നോക്കുമ്പോൾ അത് വെയിറ്റ് കൂടിയിട്ട്, അതായത് അതെന്താണ് തുലാസിൽ കനം കുറക്കാണ്. സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ല. നമ്മൾ കുറേ നന്മകൾ ചെയ്തെന്ന് വിചാരിച്ച് അത് ഇഖ്ലാസോടോ അല്ലെങ്കിൽ നമ്മൾ സുന്നത്തൊന്നും പിൻപറ്റാണ്ട് ചെയ്തത് കാരണം, ഇഖ്ലാസ് ഇല്ലാതെയോ സുന്നത്ത് പിൻപറ്റാതെയോ നമ്മൾ ചെയ്തത് കാരണം അതൊന്നും തുലാസിൽ കനം തൂങ്ങാത്ത അവസ്ഥയാകാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അല്ലേ. നമ്മൾ ഈ ലോകത്ത് കാണുന്നതൊന്നുമല്ല പരീക്ഷണം, അതാണ് റിയൽ ആയിട്ടുള്ള ടെസ്റ്റ് അല്ലേ. നമ്മളുടെ ആൻസർ പേപ്പർ വെയിറ്റ് നോക്കുമ്പോൾ അത് വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയായിട്ട് നമ്മളെ ഫെയിലായിട്ട് കാണിക്കുന്ന അതിലും വലിയ ഒരു എന്താ പറയുക ടെസ്റ്റ് നമുക്ക് പിന്നെ എന്താണുള്ളത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഇനഫ് ഗുഡ് ഡീഡ് ഇല്ലാത്ത ആളുകൾ, രണ്ടെന്ന് പറഞ്ഞാൽ ഗുഡ് ഡീഡ്സേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത ഗുഡ് ഡീഡ്സൊക്കെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഗുഡ് ഡീഡ്. സുബ്ഹാനല്ലാഹ് ഇപ്പോൾ ഒരുപാട് എന്താണ് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാകുമ്പോൾ അവരിഷ്ടം പോലെ കർമ്മങ്ങളുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും അല്ലേ. അല്ലെങ്കിൽ വിഗ്രഹത്തുകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും. അവരൊക്കെ എന്താണ് ഇത്രയും കർമ്മങ്ങൾ എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ അവിടെ ഇഖ്ലാസും സുന്നത്തും ഇല്ലാത്തത് കാരണം അതൊക്കെ സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു ആമീൻ. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും, ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം, അവൻ്റെ ഉമ്മ ഹാവിയ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാതാവ് എന്നല്ലേ. അല്ലാഹു സുബ്ഹാനഹു ഫ എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് വെയിറ്റ് എന്താ പറയുക ഇല്ലാണ്ട് കണ്ടിട്ടുള്ള തുലാസുള്ള ആളുകളുടെ അവസാനം അല്ലെങ്കിൽ അവരുടെ സങ്കേതം എന്താണ്, ഫ ഉമ്മുഹു ഹാവിയ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മദർ, ഉറവിടം എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക തിരിച്ച് ചെല്ലുന്ന സ്ഥലം, അല്ലെങ്കിൽ തിരിച്ച് ചെല്ലുന്നത് ആരുടെ അടുത്തേക്ക് ആയിരിക്കും, നമ്മുടെ ഉമ്മാൻ്റെ അടുത്തേക്ക് ആയിരിക്കും. ഹാവിയ, ഹാവിയ എന്നുള്ളത് നരകത്തിൻ്റെ മറ്റൊരു പേരാണ്. ഹാവിയ എന്നുള്ളതിന് ടു ഫെൽ ഡൗൺ അല്ലെങ്കിൽ ടു ഫാൾ ഇൻ ടു ഡീപ്പ് എന്താ പറയുക പിറ്റ് എന്നുള്ളൊക്കെ അർത്ഥം വരുന്നത്. ഭയങ്കര താഴത്തോട്ട് ഭയങ്കര ആഴത്തിലേക്ക് വീഴുന്നതിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ വന്യജമീത ഹവ, ഹവ എന്നുള്ള വാക്ക്, അതുപോലെ ഹാവിയ ഒക്കെ ഒരേ റൂട്ട് ലെറ്ററാണ്, ഹവാവിയ. അതൊക്കെ വീഴുക, അതായത് നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുമ്പോൾ എന്ന് പറഞ്ഞതാണ്. അതേപോലെ നമ്മൾ ഹവ എന്ന് പറയില്ല, ഹവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ഛകൾക്ക് പറയണം. നമ്മുടെ ഇച്ഛകൾ എന്താണ് നമ്മളെ വീഴ്ത്തും അല്ലേ. നമ്മളുടെ എന്താണ് മനസ്സിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ പലതിൻ്റെ പിന്നാലെ പോയാൽ നമ്മളെ അത് വീഴ്ത്തും. അതായത് അള്ളാഹുവിൻ്റെ കണ്ണിൽ നമ്മൾ വീണു പോകും, ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ കണ്ണിൽ നമ്മൾ വീണു പോകാം അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആണ് ഈ ഒരു ഹവ എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു നരകത്തിന് ഉപയോഗിച്ചുള്ളത്. അതായത് ഹവ ഉള്ള ആളുകളാണ് ഈ ഒരു ഹാവിയയിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ ഭയങ്കര ഡീപ്പാണ് ഈ ഒരു ഹാവിയ എന്ന് പറഞ്ഞാൽ, ഒരുപാട് താഴത്തേക്ക് വീഴുന്ന എന്താണ് ഹാവിയയിലേക്കാണെന്ത് ഈ ഒരു ആളുകൾ അമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഉള്ള ആളുകൾ വീണു പോകുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അതുപോലെ തന്നെ ഹൗവത്തുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഹൗവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, സ്വന്തം ഉമ്മ വലിയൊരു പിറ്റിലേക്ക് വീഴുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റായിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ എന്തേ അങ്ങനെ ഉമ്മ വീണോ എന്ന് ചോദിക്കുന്ന പോലെ. കാരണം ഉമ്മാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഒരാൾ ഭയങ്കര അറ്റ്മോസ്റ്റ് ഡിഫിക്കൽട്ടിയിലായിരിക്കുമ്പോൾ ഹൗവത്തുൽ ഉമ്മ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അറബികളിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞത്, ഫ ഉമ്മുഹു അവൻ്റെ ഉമ്മ എന്താണ് ഹാവിയ ആകുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീണാലോ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടി നേരെ ഓടി അടുക്കുന്നത് ആരുടെ അടുത്തേക്കായിരിക്കും, അതിന് ഉമ്മാൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഒക്കെ കുട്ടി ഉമ്മാൻ്റെ അടുത്തേക്കും പോകാം. അതുപോലെ തന്നെ എന്താണ് പറയുക
എന്താണ് ഉമ്മ എന്താണ് കുട്ടിയെ കെട്ടിപ്പിടിക്കും, വാരിപ്പുണരും. എന്താണ് കുട്ടീനെ എങ്ങോട്ടും വിടാണ്ട് കുട്ടിക്ക് അപകടം പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിച്ചു വെക്കും അല്ലേ. അതേപോലെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ എന്താണ് പറയുക, ആ കുട്ടിക്ക് എങ്ങനെയായാലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഉമ്മാൻ്റെ കൂടെ അതിൻ്റെ മുമ്പിൽ ആ കുട്ടി ട്രാപ്ഡ് ആയിട്ട് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പോലെ നമ്മൾ ഇതിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളുടെ തുലാസുകൾ കനം കുറഞ്ഞാൽ നമുക്ക് ഓടിയെടുക്കാനുള്ള സങ്കേതം, അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോവുക ആരടുത്തേക്കാണ്? ഈ ഹാവിയായിട്ടുള്ള ഉമ്മൻ്റെ അടുത്തേക്കാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതായത് വില്ലിങ്ങിലാണെങ്കിലും അൺവില്ലിങ്ങിലാണെങ്കിലും വയസ്ലാ സഈറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്ഷനിലാണ്ട് അതിലേക്ക് ചാടി വീഴും, അതിലേക്ക് ചാടി പോകും. അതാണ് അതിൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നരകം റാപ്പ് ചെയ്യും. അതായത് ഈ ഹാവിയ ഒരു ഉമ്മ കുട്ടിനെ എങ്ങനെയാണോ സറൗണ്ട് ചെയ്ത് കെട്ടിപ്പിടിക്കുന്നത്, അതേപോലെ നരകം അതിനെ വിടാണ്ട് പിടിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതേപോലെ ആ കുട്ടി ഉമ്മാൻ്റെ മുമ്പിൽ ട്രാപ്പ് ചെയ്ത പോലെ നരകത്തിൻ്റെ ഇതിൽ ആ കുട്ടിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ട്രാപ്ഡാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. നരകത്തിൽ പോയിട്ട് തീനെ നമ്മളൊന്ന് തൊടാൻ പോലും നമുക്ക് പേടിയാണ് അല്ലേ. ആ ഒരു തീ എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള തീ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ 70% മാത്രമാണ്. അതായത് 70 തവണ ഇരട്ടിയാണ് നരകത്തിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ഇതില്ലാതെ നമുക്കൊന്നും, ഇതിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹുവേ, നിന്റെ നരകം എന്താണ് ഞങ്ങൾക്ക് താങ്ങാനുള്ള ഒരു ശേഷിയില്ല റബ്ബേ. നിന്റെ റഹ്മ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ, സ്വർഗ്ഗത്തിൽ നീ ഞങ്ങളെല്ലാവരെയും പ്രവേശിപ്പിക്കണമേ റബ്ബേ. ആമീൻ. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞത്? ഇനി എന്താണത് ചോദിക്കുകയാണ്. വമാ അദ്റാക മാ ഹിയ. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്. ഹാവിയ എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നേരത്തെ നമ്മൾ ഖാരിഅ, വമാ അദ്റാക മൽ ഖാരിഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അദ്റാക മൽ ഹാവിയ എന്ന് ചോദിച്ചിട്ടില്ല. അല്ലാഹു അതിന് പകരം വമാ അദ്റാക മാ ഹിയ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഖാരിഅ എന്ന് പറഞ്ഞാൽ അറബികൾക്കൊക്കെ അറിയാമെന്നാണ് പറഞ്ഞു. പക്ഷേ ഈ ഹാവിയ എന്താണെന്നുള്ളത് അറബികൾക്ക് അത്ര ഫെമിലിയർ അല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നരകത്തിൻ്റെ ഒരു പേരാണ് പറഞ്ഞത്. കാരണം നരകം ഈ ലോകത്തില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയില്ല അല്ലേ. ഒരു കണ്ണും കാണാത്ത, അത് ഗൈബിൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, അത് എന്ന് ഉപയോഗിക്കുന്ന എന്ന സർവനാമമാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ദൂരമുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിയ എന്ന് ഉപയോഗിക്കും. അതേപോലെ വളരെ കുറച്ച് ഡീറ്റെയിൽ കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിയ അല്ലെങ്കിൽ സർവനാമം ഉപയോഗിക്കും. ഇനി പൂർണ്ണനാമം ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അതിന് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഹുമസ പഠിച്ചില്ലേ, വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. സുബ്ഹാനല്ലാഹ്. അത്രയും ഡിസ്ക്രൈബ് ചെയ്ത ആ സൂറത്തിൽ മുഴുവനായിട്ടും എന്താണ് ഈ ഒരു ഹുതമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇവിടെ സൂറത്തുൽ ഖാരിഅയിൽ വമാ അദ്റാക മാ ഹിയ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തുള്ളൂ. അതെന്താണ്? നാറുൻ ഹാമിയ, അത്ര മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ ലാസ്റ്റുള്ള ഈ ഹിയക്ക് ശേഷമുള്ള ഹാ സത്യം പറഞ്ഞാൽ അത് മാഗ്നിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ട് അൽ ഖാരിഅ ഒക്കെ ലാസ്റ്റ് എന്നുള്ള സൗണ്ട് വരുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ നമ്മൾ ഒരു ഹൃദയത്തിലൊരു പേടി കൊണ്ടുവരുന്ന ഒരു വാക്കാണ് ഈ ഒരു എന്നുള്ള സൗണ്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ എന്താ പറയുക, ഏറ്റവും താഴ്ന്ന നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞ പോലത്തെ സൗണ്ടാണ് ഈ ഒരു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വമാ അദ്റാക മാ ഹിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ട്രോങ് ആയിട്ട് ചോദിക്കുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ദേഷ്യം കാണിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ലൗഡ്നെസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ അത് നമ്മുടെ ഹൃദയങ്ങളിൽ പേടിയും ഇട്ട് തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു എന്താണ് ഉത്തരം പറഞ്ഞത്? നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നി അത്രേ അത്. അപ്പോൾ ഇവിടെ നാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തീയാണെന്നുള്ളത്. പിന്നെ ഹാമിയ എന്ന് പറഞ്ഞാൽ ചൂടേറിയ, അതിനെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് അത് ചൂടേറിയ നരകാഗ്നി അത്രേ. എന്ത് ഹാവിയ എന്താണെന്നാൽ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചപ്പോൾ അതെന്താണ്? ചൂടേറിയ നരകാഗ്നി അത്രയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ
ഈ ഹാമിയ എന്നുള്ള വാക്ക് ഹുമു, അതായത് ഹാമീം വാ, ഹുമു എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഹുമു എന്ന് പറഞ്ഞാൽ ചൂടുള്ളത് എന്നർത്ഥം. അതായത് ഇൻറ്റൻസിറ്റി കാണിക്കാൻ ഹിമ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫ്ലെയിം ഓർ ഫയർ, ആ ഒരു ചൂടിൻ്റെ, തീയിൻ്റെ ചൂടും അതിൻ്റെ എന്താ പറയുക ഇൻറ്റൻസിറ്റിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹിമ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നരകം എന്ന് പറഞ്ഞാൽ 70 തവണ ഇൻറ്റൻസ് ആണ് നമ്മൾ ഈ ലോകത്തെ തീകളെ കമ്പയർ ചെയ്യുമ്പോൾ. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല അല്ലേ, ഇങ്ങനെയായിരിക്കും ഉറപ്പിയത്. അതേപോലെ തന്നെ ഹുമിയത്ത് ഷംസ് എന്നുള്ളതിന് സൂര്യൻ്റെ ഫ്ലെയിംസിനെ നമ്മൾ ഉപയോഗിക്കും. സൂര്യൻ്റെ ആ ചൂടും അതിൻ്റെ ചുറ്റുള്ള ആ ഒരു തീനാളത്തിനൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഹമിയത്ത് ഷംസ് എന്ന് പറഞ്ഞാൽ. കൂടുതൽ സ്കെയർ ആയിരിക്കും. തുടക്കത്തിൽ അൽ ഖാരിഅ എന്ന് പറഞ്ഞ അള്ളാഹു പേടിപ്പിച്ചു അല്ലേ, എന്താണ് ഭയങ്കര സംഭവം, എന്താ നിനക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ആൻസർ തന്നു. പിന്നീട് അവസാനം അള്ളാഹു പറയുകയാണെന്ത്, വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ആ ഒരു ഭീകരത, ആ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉടനീളം ഈ ഒരു സൂറത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഒരു സൂറത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലായിക്കൊണ്ട് നരകശിക്ഷയുടെ കാഠിന്യം എങ്ങനെയാണ് അതിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മീസാൻ നമ്മൾ കനം തൂക്കണം. എങ്ങനെയാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് അമലു സ്വാലിഹാത്ത് അതെങ്ങനെ ആയിരിക്കണം, ഇഖ്ലാസോടു കൂടിയും സുന്നത്തോടു കൂടിയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഐശത്തിൽ റാദിയയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ലൈഫ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്തുൽ ഖാരിഅയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആയത്തിൽ ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي നാറുൻ ഹാമിയ. ഇനി ഈ സൂറത്തിൽ നിന്നുള്ള ലെസൺസ് നമുക്ക് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഅമ്മാ മൻ ഖഫത് മവാസീനുഹു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു ചെറിയ കർമ്മങ്ങളായിക്കോട്ടെ അതൊന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത്. ചെറിയ തിന്മയാണെങ്കിലും ചെറിയ നന്മയാണെങ്കിലും അതൊക്കെ നാളെ എൻ്റെ തുലാസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൂക്കും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചെറുതാണെങ്കിലും റബ്ബേ എൻ്റെ തുലാസിൽ നാളെ റബ്ബ് തൂക്കല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മൾ എത്ര ഭംഗിയായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതെന്താകും, ഖഫത്ത് മവാസീനായി പോകും അല്ലേ. നമ്മളുടെ ഇതിൽ മീസാനിൽ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റിക്ക് പകരം ക്വാളിറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നിങ്ങൾ വളരെ കുറച്ചാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ എന്താണ്, റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട്. മറ്റുള്ളവരെ കാണിക്കാനാകുമ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷേ റബ്ബിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തുണ്ടാകും, ക്വാളിറ്റി ഉണ്ടാകും. ആ ക്വാളിറ്റിയാണ് നാളെ നമുക്ക് ഫഖലത് മവാസീനുഹു ആകുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാ കർമ്മവും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതൊക്കെ ഈമാനും അതുപോലെ തന്നെ ഇഖ്ലാസോട് കൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റിക്കൊണ്ടും ആകാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. രണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഇഖ്ലാസോട് കൂടി ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ അവർ ഇഖ്ലാസ് അവിടെ ഇത്തിബാ ചെയ്യുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നില്ല. അപ്പം എന്താണ്, അത് വേസ്റ്റായിപ്പോയി. അവർ കുറേ ചെയ്തിട്ട് നമ്മൾ സൂറത്തുൽ കഹ്ഫിലായത്ത് പറഞ്ഞില്ലേ, അതെന്താകും, അവർ ഇതൊക്കെ ചെയ്ത് ആകെ ടയേർഡായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് റബ്ബിന് മുമ്പിൽ നിൽക്കുകയായിരിക്കും. അതൊക്കെ അവിടെ അല്ലാഹു മാർക്ക് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്താണ്, അതൊന്നും ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖാശിയയിൽ പറയുന്നുണ്ടല്ലോ, അവരുടെ വുജൂഹ് എങ്ങനെയായിരിക്കും, വുജൂഹ് യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. ഈ ലോകത്ത് ഭയങ്കരമായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ആളുകളെ കുറിച്ചിട്ടോ അവിടെ
ഫേസ് എങ്ങനെയാണ് വിജൂഹുൻ യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ. സുബ്ഹാനല്ലാഹ്. അവർ സംതൃപ്തമായിട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് അവരെന്താണ് സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്തു. അവർ മറ്റവർ എക്സോസ്റ്റ് ചെയ്തു, ഒരുപാട് ചെയ്തു. പക്ഷെ അവിടെ സുന്നത്തും ഇഖ്ലാസും ഇല്ലാത്തതുകൊണ്ട് അത് പോയി. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ വീണ്ടും 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 അള്ളാഹു പല ഇതിനു മുമ്പുള്ള സൂറത്തിലൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ്? പരലോകം, നരകം, ഹുത്തമ, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ല. ഖാരിഅ, നാറ്, ഇത്ര പേരുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു സൂറത്തുകളുടെ ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മൾക്കത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക. നരകം, തീയെ കാണുമ്പോൾ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ഇഖ്ലാസ് കുറയുന്നത് നമ്മൾ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഇനി മുതൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ, നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഈ ഒരു കാര്യം എൻ്റെ റബ്ബിൻ്റെ തുലാസിൽ, എൻ്റെ റബ്ബ് എനിക്ക് നാളെ തുലാസിൽ വെക്കാനും കാരണം കൂട്ടുന്ന കർമ്മമാക്കണേ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് ഞാൻ പറയാം. നമ്മുടെ ഇൻറ്റൻഷൻസൊക്കെ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഒരുപാട് ഇൻറ്റൻഷൻസ് കൂട്ടുക. അള്ളാഹുവിൻ്റെ റിവാർഡ്, അള്ളാഹുവിൻ്റെ മേഴ്സി, എന്താണ് ഇതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രതിഫലം അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് നിസ്കരിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, നല്ല നിയത്ത് വെക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെറിയൊരു ആരെങ്കിലും സഹായിക്കുന്നത് കൂടെ ഇത് എൻ്റെ റബ്ബിൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആ ആളെ കാണാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു പണം, അതൊക്കെ നമ്മൾ എന്താക്കുക, നമ്മുടെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നാളെ നമ്മളുടെ കർമ്മപുസ്തകങ്ങളിൽ അത് ഭയങ്കര വലിയ എന്താണ് കാര്യമാക്കിയിട്ട് എഴുതി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ തുലാസിൽ ഭയങ്കര കാലം തോന്നുന്ന കാര്യങ്ങളാക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമുക്ക് എപ്പോഴും അല്ലാഹു ദിക്ർ ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ കനം തൂക്കുന്ന കർമ്മങ്ങളാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾ നാളെ നമ്മുടെ മീസാൻ്റെ അടുത്തെത്തുമ്പോൾ ഭയങ്കര കനമുള്ള മീസാനാക്കിയിട്ട് അത് മാറ്റട്ടെ. ഫഅമ്മാ മൻ ثقلت موازينه فهو في عيشة راضية. സുബ്ഹാനല്ലാഹ്. ഐഷത്തി റാളിയ എന്ന് പറയാൻ തന്നെ എന്തോ ഒരു ഭംഗിയാലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലെ അവസാനത്തിൽ പറയുന്നില്ല നമ്മളോട്, സുബ്ഹാനല്ലാഹ്, അതൊരു ബ്യൂട്ടിഫുൾ ആണ് അതിലെ. അതായത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറയുന്നത്. നമുക്കതുപോലെ അള്ളാഹുവിൻ്റെ ജന്നത്തിലെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ, സൂറത്തുൽ ഫജ്റിൻ്റെ അവസാനത്തിൽ നമ്മളോട് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം, അതായത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അതായത് കണ്ടന്റ് ആയിട്ടുള്ള, ത്വമഅനീയത്തായിട്ടുള്ള നഫ്സെ നമ്മൾ സുബ്ഹാനഹു വ തആല വിളിച്ച് പറയണം. നമ്മുടെ ഹൃദയങ്ങളൊക്കെ നമ്മുടെ നഫ്സിനൊക്കെ അങ്ങനെ നഫ്സ് മുത്മഇന്നാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്താൻ പറ്റുള്ളൂ. ഹേ സമാധാനം അടഞ്ഞ ആത്മാവേ എന്നല്ലാഹു പറയണം. നഫ്സുൽ മുത്മഇന്ന, നമ്മുടെ ഹൃദയം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, റാദിയായിട്ട് തൃപ്തിയായിട്ടുള്ള നഫ്സാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ മടങ്ങിക്കൊള്ളൂ. എന്നിട്ട് അള്ളാഹു പറയാണ് ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് എൻ്റെ അടിയന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. അമീൻ അമീൻ. എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ അമലുകൾ. അതേപോലെ നമ്മൾ മറ്റൊരു ദുആ പഠിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹ മിൻ അമലിൻ ഔ ഖൗൽ. അതുപോലെ തന്നെ വഅഊദു ബിക മിനൻ നാർ വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ. നരകത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ സ്വർഗം ചോദിച്ചുകൊണ്ടുള്ള ആയത്താണ്. اللهم إني أسألك الجنة وما قرب إليها من القول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل. آمين آمين يا أرحم الراحمين. അൽഹംദുലില്ലാ. ഇതൊക്കെയാണ് സൂറത്തുൽ ഖാരിഅയെ കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതം ചേഞ്ച് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. യാ അല്ലാഹ്,
ഞങ്ങളെല്ലാവരെയും നീ ഐഷത്തുർ റാദിയയിലേക്ക് എത്തിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരെയും നീ നാറുൽ ഹാമിയയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ واجعلني من ورثة جنة النعيم. آمين آمين يا أرحم الراحمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.